നമസ്കാരം. കേരള രാഷ്ട്രീയത്തെയും ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിയ വിവാദ പരമ്പരയായിരുന്നു ISRO ചാരക്കേസ്. മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ കേസിന്റെ നിറം പിടിപ്പിച്ച കഥകളുമായി മത്സരിച്ചു. ഒരു മന്ത്രിസഭ തന്നെ അപ്രസക്തമായി. കേരള രാഷ്ട്രീയത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരക്കേസിന്റെ ഇനിയും അവശേഷിക്കുന്ന കനലുകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മാലദ്വീപ് സ്വദേശിയായ മറിയം റഷീദ, ഫൗസിയ ഹസൻ എന്നീ സ്ത്രീകൾ ISRO ശാസ്ത്രജ്ഞരെ ഹണി ട്രാപ്പിൽ കുരുക്കി റോക്കറ്റുകളുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ ചോർത്തിയെടുത്തു എന്നാണ് ISRO ചാരക്കേസ് എന്ന ഒറ്റ വാക്കിൽ പറയാം. 1994 കേരള രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും ഏറെ തീയും പുകയും സൃഷ്ടിച്ചതാണ് ISRO കേസ്. എങ്ങനെയായിരുന്നു ആ കേസിന്റെ തുടക്കം എന്നൊന്ന് നോക്കാം. 1994 ഒക്ടോബർ 20 വിമാനം റദ്ദായതിനെ തുടർന്ന് വിസ കാലാവധി നീട്ടിക്കിട്ടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മാലദ്വീപുകാരിയായ മറിയം റഷീദ തിരുവനന്തപുരത്ത് അറസ്റ്റിലായത്. ഹോട്ടലിൽ കഴിയവേ റഷീദ ISROയിലെ ശാസ്ത്രജ്ഞനെ ഫോൺ ചെയ്തു എന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്നത്തെ കണ്ടെത്തൽ. കേരളത്തെ പിടിച്ചുകുലുക്കിയ ചാരക്കേസ് ഇവിടെ തുടങ്ങുന്നു. 1994 നവംബർ 30 ISROയിലെ LPSC ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന നമ്പി നാരായണൻ അറസ്റ്റിലായി. രാജ്യത്തിന്റെ ശാസ്ത്രരഹസ്യം ചോർത്താൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണം. പിന്നാലെ ISRO ഡെപ്യൂട്ടി ഡയറക്ടർ D ശശികുമാരൻ, മാലദ്വീപ് സ്വദേശി ഫൗസിയ ഹസൻ എന്നിവരും അറസ്റ്റിലായി. അന്നത്തെ ദക്ഷിണ മേഖല IG രമൺ ശ്രീവാസ്തവയ്ക്ക് കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നത് കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. അധികം വൈകാതെ ചാരക്കേസ് കേരള രാഷ്ട്രീയത്തിലേക്കും പടർന്നു. ആരോപണ വിധേയനായ IG രമൺ ശ്രീവാസ്തവയെ മുഖ്യമന്ത്രി K കരുണാകരൻ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു രാഷ്ട്രീയ ആരോപണം. കോൺഗ്രസിനകത്ത് പോലും കരുണാകരനെതിരെ സംസാരിക്കാൻ ആളുകൾ ഉയർന്നു വന്നു. പരോക്ഷമായി ചാരക്കേസിൽ കരുണാകരനും തെറ്റുകാരനായി മാറി. പരസ്യമായ മാധ്യമ വിചാരണയ്ക്ക് കരുണാകരൻ ഇരയായി. അന്നോളം കരുണാകരനെ വാഴ്ത്തി കൂടെ നിന്നവർ പോലും ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടി. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി ഉയർന്നു. പൊതുവേദിയിൽ കൂക്കുവിളി, പരിഹാസം. കോൺഗ്രസിൽ നിന്നു തന്നെയാണ് ഇതിന് ഇന്ധനം പകർന്നു കിട്ടിയത് എന്നതിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ഘടകകക്ഷികൾ കൂടി കൈവിട്ടതോടെ K കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നു. പകരം AK ആന്റണി മുഖ്യമന്ത്രിയായി. സംസ്ഥാനത്ത് സിബി മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുമ്പോൾ സമാന്തരമായി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണവും നടന്നു. 1994 ഡിസംബർ 2 ചാരക്കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറി. കേസിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി CBI അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തു. 1995 മെയ് 5 CBI കേസ് അവസാനിപ്പിച്ചത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും CBI ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. തുടർന്ന് 1999 നവംബർ 17 കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി. അന്വേഷണത്തിനു ശേഷം 2005 ജനുവരി 24 ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മറുപടി റിപ്പോർട്ട് നൽകി. എല്ലാവരും സർവീസ് നടപടികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇതിനെതിരെ 2013 നമ്പി നാരായണൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു പരാതി നൽകിയത്. തന്നെ കുറ്റവിമുക്തനാക്കിയതിൽ സന്തോഷമുണ്ട്, പക്ഷേ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളോടെ കേസ് കെട്ടിച്ചമച്ച ഉദ്യോഗസ്ഥരെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയല്ലെന്നും അവർക്കെതിരെ നടപടി വേണമെന്നുമായിരുന്നു ആവശ്യം. ഈ പരാതിയോടെ ചാരക്കേസിലെ പുതിയ അധ്യായത്തിന്റെ തുടക്കമായി. ആദ്യം ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ISRO ചാരക്കേസിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഗൂഢാലോചന കേസ് പുറം ലോകത്തെത്തിയത്. CBI അന്വേഷണത്തിൽ സ്ഥാപിത താൽപര്യങ്ങളുടെ പേരിൽ നടത്തിയ ഗൂഢാലോചനയാണ് ISRO കേസ് എന്ന് വ്യക്തമായി. 3 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടമാണ് ഇക്കഴിഞ്ഞ ദിവസം ഫലപ്രാപ്തിയിൽ എത്തിയത്. CBI നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അധികാരഭ്രമം തലയ്ക്ക് പിടിച്ച ഏതാനും ഉദ്യോഗസ്ഥർ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കിയതിന്റെ നേർചിത്രം കൂടിയാണ് പുറത്തു വന്നത്. ആ കഥ കൂടി അറിയേണ്ടതുണ്ട്. S വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക താൽപര്യത്തിന് മറിയം റഷീദ എന്ന മാലദ്വീപ് സ്വദേശിനി വഴങ്ങാതിരുന്നതാണ് ISRO ചാരക്കേസിന്റെ തുടക്കമെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. മറിയം റഷീദയെ അനധികൃതമായി അറസ്റ്റ് ചെയ്തെന്നും പിന്നീട് അത് മറയ്ക്കാനായി കൂടുതൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട്. സിബി മാത്യൂസ്, KK ജോഷ്വ, RB ശ്രീകുമാർ, S വിജയൻ, PS ജയപ്രകാശ് എന്നിവർ ഗൂഢാലോചന നടത്തി വ്യാജരേഖകൾ തയ്യാറാക്കി അനധികൃത അറസ്റ്റുകൾ രേഖപ്പെടുത്തി. കസ്റ്റഡിയിൽ ഇരകളെ നിരന്തരം പീഡിപ്പിച്ചുവെന്നും CBI കുറ്റപ്പെടുത്തുന്നു. മറിയം റഷീദയെ ലൈംഗികമായി പീഡിപ്പിക്കാനും S വിജയൻ ശ്രമിച്ചു. ഈ 4 പേരെയും IPC 120B, 167, 193, 323, 330, 342, 354 എന്നീ വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ISRO ചാരക്കേസ് ഗൂഢാലോചന സംബന്ധിച്ച കുറ്റപത്രത്തിൽ കേരള സർക്കാരിനും വലിയ വിമർശനമുണ്ട്.
അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ സിബി മാത്യൂസ്, കെ ജോഷ്വ, എസ് വിജയൻ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ സർക്കാർ ഉത്തരവിട്ടത് ചാരക്കേസ് വീണ്ടും അന്വേഷിക്കാനാണ്. ഈ ഉത്തരവ് പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കി. ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണ്ട എന്നായിരുന്നു സർക്കാർ തീരുമാനം. ഇതിനെതിരെ നമ്പിനാരായണൻ വീണ്ടും സുപ്രീം കോടതിയിലെത്തി. തുടർന്ന് നമ്പിനാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച കോടതി കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് DK ജെയിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചു. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2021 മെയ്യിൽ ഗൂഢാലോചന സംബന്ധിച്ച് കേസെടുത്തു. കേരള പോലീസിലെ 7 ഉദ്യോഗസ്ഥരും 11 IB ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളായി. CBI കുറ്റപത്രത്തിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. മറിയം റഷീദയും ഫൗസിയ ഹസനും തിരുവനന്തപുരത്ത് ഹോട്ടൽ സാമ്രാട്ടിൽ 1994 സെപ്റ്റംബർ 17 മുതൽ താമസിച്ചിരുന്നതായി കണ്ടെത്തി. വിസ കാലാവധി കഴിയാനിരുന്നതിനാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് CI S വിജയനെ കണ്ടു. ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിവെച്ച വിജയൻ വീണ്ടും വരാൻ മറിയം റഷീദയോട് പറഞ്ഞു. ഒക്ടോബർ 13 ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയ വിജയൻ ഫൗസിയ ഹസനോട് പുറത്തുപോകാൻ പറഞ്ഞു. തുടർന്ന് മുറിയടച്ച വിജയൻ ലൈംഗിക താൽപ്പര്യത്തോടെ മറിയം റഷീദയെ സമീപിച്ച് അവരെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ ചെറുത്തതോടെ വിജയൻ മുറി വിട്ട് പുറത്തുപോയി. തുടർന്ന് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് മറിയം റഷീദ ISROയിൽ ജോലി ചെയ്തിരുന്ന D ശശികുമാരൻ എന്ന ശാസ്ത്രജ്ഞനെ ഫോണിൽ ബന്ധപ്പെട്ടതായി വിജയന് വിവരം ലഭിച്ചു. മാലദ്വീപ് സ്വദേശിനി ISRO ശാസ്ത്രജ്ഞനെ വിളിച്ച വിവരം വിജയൻ പോലീസ് കമ്മീഷണർ VR രാജീവിനെ അറിയിച്ചു. അദ്ദേഹം ഇത് SIB ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RB ശ്രീകുമാറിനെയും അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ SIB ഉദ്യോഗസ്ഥരായ MJ പുന്നനും GS നായരും മറിയം റഷീദയും ഫൗസിയ ഹസനും താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫൗസിയ ഹസൻ ഒക്ടോബർ 19 ഹോട്ടൽ വിട്ട് ബംഗളൂരുവിലേക്ക് പോയി. എന്നാൽ വിജയൻ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നതിനാൽ മറിയം റഷീദയ്ക്ക് തിരുവനന്തപുരത്തു നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. രേഖകൾ മടക്കി കിട്ടാൻ പലതവണ ഓഫീസിൽ എത്തിയെങ്കിലും വിജയൻ ഇല്ല എന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത്. 20 അവർ ഹോട്ടൽ വിട്ട് അവർക്ക് പരിചയമുള്ളവർ താമസിക്കുന്ന വീട്ടിലേക്ക് മാറി. വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ താമസിച്ച കുറ്റത്തിന് മറിയം റഷീദയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. തുടർന്ന് 20 അവരെ S വിജയൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതായി അറിയിക്കുകയായിരുന്നു. ഇതോടെ മറിയം റഷീദ ശശികുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും PSLVയുടെ വിവരങ്ങൾ കൈമാറിയെന്നുമുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു. മറിയത്തിനെ ചാരക്കേസിൽ കൊടുക്കാൻ S വിജയൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകുകയായിരുന്നുവെന്നും CBI അടിവരയിട്ട് പറയുന്നു. മറിയം റഷീദയ്ക്കെതിരെ ഇന്ത്യയിൽ വിസ കാലാവധി കഴിഞ്ഞു താമസിച്ചു എന്ന കുറ്റത്തിന് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത്. തുടർന്ന് അറസ്റ്റ്. ആദ്യം കേസന്വേഷിച്ചത് വഞ്ചിയൂർ SI ആയിരുന്ന തമ്പി S ദുർഗാദത്താണ്. പിറ്റേന്ന് ഇവർ താമസിച്ചിരുന്ന സ്ഥലം പരിശോധിച്ച രേഖകൾ പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ മറിയം റഷീദയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പിടിച്ചെടുത്ത രേഖകൾ ഒരു സ്കൂൾ കുട്ടിയുടെ സഹായത്തോടെ തർജ്ജമ ചെയ്തപ്പോൾ മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാനും പ്രസിഡന്റിനെ വധിക്കാനുമുള്ള പദ്ധതിയാണെന്ന് കണ്ടെത്തി. 1994 നവംബർ 3 കേസന്വേഷണം S വിജയന് കൈമാറി. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മറിയം റഷീദയെ CRPF ഗസ്റ്റ് ഹൗസിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ചോദ്യം ചെയ്തു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. കേസന്വേഷിച്ചിരുന്ന S വിജയൻ മറിയം റഷീദയെ CRPF ക്യാമ്പിലെത്തിച്ച് അനധികൃതമായി IB ഉദ്യോഗസ്ഥർക്ക് വിട്ടു നൽകിയെന്നും കുറ്റപത്രത്തിൽ CBI പറയുന്നു. മറിയം റഷീദ ചാരവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന തരത്തിൽ ഒരു പരാമർശവും കേസ് രേഖകളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് S വിജയൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1994 നവംബർ 13 വഞ്ചിയൂർ പോലീസ് ചാരക്കേസ് കൂടി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. APP ഹബീബ് പിള്ളയാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉപദേശിച്ചത് എന്ന് വിജയൻ കേസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിൽ ഹബീബ് പിള്ള ഇക്കാര്യം നിഷേധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. മറിയം റഷീദയെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് ISRO ചാരക്കേസ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് എന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ മാലദ്വീപ് സ്വദേശിനിയായ ഫൗസിയ ഹസനെയും അറസ്റ്റ് ചെയ്തിരുന്നു. നവംബർ 15 DGPയുടെ ഉത്തരവ് പ്രകാരം കേസ് DIG സിബി മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനു കൈമാറി. SP G ബാബുരാജ്, DSP KK ജോഷ്വ, SI S ജോഗേഷ്, തമ്പി S ദുർഗാദത്ത് എന്നിവരായിരുന്നു ടീമിലുണ്ടായിരുന്നത്. തുടർന്ന് സിബി മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരം നവംബർ 21 ISROയിലെ ശാസ്ത്രജ്ഞൻ D ശശികുമാറിനെ അഹമ്മദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രതിനിധിയായിരുന്ന K ചന്ദ്രശേഖരൻ, ISRO ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ, കോൺട്രാക്ടറായ സുധീർ കുമാർ ശർമ്മ എന്നിവരെയും പിന്നാലെ അറസ്റ്റ് ചെയ്തു. കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ IB ഉദ്യോഗസ്ഥരായ RB ശ്രീകുമാർ, PS ജയപ്രകാശ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തു. ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ഒപ്പുവെക്കാത്ത 4 ചോദ്യം ചെയ്യൽ റിപ്പോർട്ടുകൾ CBI കണ്ടെത്തി.
പ്രതിയാക്കപ്പെട്ടവരുടെ മൊഴികളും CBI പരിശോധിച്ചു. എന്നാൽ ചാരപ്രവർത്തനം നടന്നു എന്ന് തെളിയിക്കുന്ന ഒന്നും ലഭിച്ചില്ല. തെളിവുകളില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘവും IB ഉദ്യോഗസ്ഥരും 6 പേരെ അറസ്റ്റ് ചെയ്തതും കേസിൽ കുടുക്കിയതും എന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. ചോദ്യം ചെയ്യലിനിടെ കുറ്റം സമ്മതിക്കാനായി പോലീസും IB ഉദ്യോഗസ്ഥരും മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് നമ്പിനാരായണൻ, D ശശികുമാരൻ, മറിയം റഷീദ, ഫൗസിയ ഹസൻ എന്നിവർ പറഞ്ഞതായി CBI വ്യക്തമാക്കുന്നു. PS ജയപ്രകാശാണ് ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് നമ്പിനാരായണനും ശശികുമാരനും പറഞ്ഞു. നമ്പിനാരായണനെ കൂടുതൽ മർദ്ദിക്കരുതെന്ന് പോലീസുകാരോട് പറഞ്ഞതായി സാക്ഷിയായ ഡോക്ടർ V സുകുമാരൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ മനഃപൂർവ്വം പൂഴ്ത്തിവെക്കുകയാണ് കേരള പോലീസ് ചെയ്തത് എന്നും CBI കുറ്റപ്പെടുത്തി. നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തത് DIG ആയിരുന്ന സിബി മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് SIT അംഗമായിരുന്ന ജോഗേഷിന്റെ മൊഴി നിർണായകമായി. നമ്പിനാരായണൻ ചെയ്ത കുറ്റം സംബന്ധിച്ച് ഒരു തെളിവും ലഭിച്ചിരുന്നില്ലെന്നും ജോഗേഷ് CBIയോട് പറഞ്ഞു. IB ഉദ്യോഗസ്ഥർ നമ്പിനാരായണനെ ചോദ്യം ചെയ്യുമ്പോൾ മുറിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും ജോഗേഷ് വ്യക്തമാക്കി. നമ്പിനാരായണനെ ചോദ്യം ചെയ്ത് റിപ്പോർട്ട് എഴുതിയത് ജോഗേഷാണെന്നാണ് കേസ് ഡയറിയിൽ പറയുന്നത്. എന്നാൽ CBI ചോദ്യം ചെയ്യലിൽ ജോഗേഷ് ഇത് പൂർണ്ണമായും നിഷേധിച്ചു. നമ്പിനാരായണന്റെ മൊഴി ഒപ്പില്ലാതെ സിബി മാത്യൂസ് ടൈപ്പ് ചെയ്തു നൽകിയത് അതേപടി പകർത്തി എഴുതുകയായിരുന്നുവെന്നും ജോഗേഷ് പറഞ്ഞു. സിബി മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരം KK ജോഷുവയാണ് തെറ്റായ കേസ് രേഖകൾ തയ്യാറാക്കിയത് എന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. RB ശ്രീകുമാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് SIBയിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് എന്ന D ശശികുമാരൻ CBIക്ക് നൽകിയ മൊഴിയും നിർണായകമായി. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് കേരള രാഷ്ട്രീയത്തിനും ഇന്ത്യൻ പൊതുസമൂഹത്തിനും വലിയ നാണക്കേടുണ്ടാക്കിയ കഥയാണ് ISRO ചാരക്കേസിൻ്റേത്. CBI കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ കോടതി കൂടി അംഗീകരിച്ചാൽ മാതൃകാപരമായ ശിക്ഷ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയ അപരാധമായി ഈ കേസിൻ്റെ കനൽ ഇവിടെ ഇനിയും തുടരും എന്നതിൽ സംശയമില്ല.